ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം നമ്മൾ കാർ മാർക്കറ്റ് എത്തിയേക്കാണ്. എടാ ഷിൻചാനെ പിൻചാനെ, ഇവിടെ നല്ല വണ്ടി ഉണ്ടോ നോക്കി നോക്കിയേ. നമ്മുടെ കയ്യിലാണെങ്കിൽ $1,00,000 ഉണ്ട്. ആ അണ്ണ, നമ്മളൊന്ന് നോക്കി നോക്കട്ടെ. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ കാറുണ്ട്. ഇതിലിപ്പോ ഏത് കാർ മേടിക്കുക? നമ്മുടെ കയ്യിലാണെങ്കിൽ $1,00,000 ഉണ്ട്. ഇവിടെ ഒരു ലംബോർഗിനി ഉണ്ട്. ഇതിന് എത്ര റേറ്റ്? അയ്യോ, 3 ലക്ഷം. ഹേയ്, അത് വേണ്ട. ഇവിടെ പിന്നെ ഒരു പോർഷ ഉണ്ട്. ഈ പോർഷയ്ക്ക് പിന്നെ ഡാമേജ് ഉണ്ട്. എത്രയും ചോദിച്ചു നോക്കാം. ഇതിന് പക്ഷേ 1,40,000 ഉണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ 1,10,000 ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? എടാ ഷിൻചാനെ, നമുക്ക് നല്ലൊരു കാർ വേണം. അതും നല്ലൊരു പവർഫുള്ളായ സ്പോർട്സ് കാർ. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ സെഡാനും SUV ഒക്കെ ഉണ്ട്. നമുക്ക് തൽക്കാലം അങ്ങനത്തെ കാർ വേണ്ട. നമുക്കൊന്ന് നെയ്ബർഹുഡ് വരെ പോയി നോക്കാം. നെയ്ബർഹുഡിൽ നല്ല വണ്ടി ഉണ്ടാ. ഇതെന്തത്? നെയ്ബർഹുഡ് ഫുള്ള് കായലാണല്ലോ. എന്നാലും നമുക്ക് നോക്കി നോക്കാം. അണ്ണാ, അവിടെ ഒരു ലെക്സസ് ഉണ്ടല്ലോ. ലെക്സസ് കുഴപ്പമില്ലേ, നൈസ് കാറാ. പിന്നെ അവിടെ ടെസ്ലൊക്കെ ഇരിക്കുന്നുണ്ട്. ടെസ്ല നമുക്ക് വേണ്ട, കാരണം നമുക്ക് ഇലക്ട്രിക് വണ്ടി ഇഷ്ടമല്ല. നമുക്ക് വേറെ വില വണ്ടി നോക്കി നോക്കാം. ഇവിടെ പിന്നെ കുറെ വില കുറഞ്ഞ വണ്ടികളാണുള്ളേ. ഇവിടെയും ഒരു ടെസ്ലയും ഇരിക്കുന്നുണ്ട്. ഇതെന്തത്? എല്ലാം വില കുറഞ്ഞ വണ്ടിയാണല്ലോ. നമ്മൾ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തില്ലേ? ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒക്കെ വില കൂടിയ വണ്ടികളായിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ അത്യാവശ്യം ക്യാഷ് ഉണ്ട്. അന്നേരം നല്ല വണ്ടികൾ കിട്ടില്ല, ഒക്കെ ചാത്ത വണ്ടികൾ കിട്ടുക. ഇവിടെ ഒരു വണ്ടി ഉണ്ട്. ഇതാ മറ്റേ വിൻറ്റേജ് കാറല്ലേ അണ്ണാ? ഇത് നോക്കിയേ. ഈ വണ്ടിക്ക് പിന്നെ നല്ല ഡാമേജ് ഉണ്ട്. 54 പറയണേ. എന്താ ചെയ്യണ്ടേ? എടാ ഷിൻചാനെ, ഈ വണ്ടി വലിയ കുഴപ്പമില്ല. ഇത് പിന്നെ ഒരു വിൻറ്റേജ് കാറാ. വിൻറ്റേജ് കാറിന് നല്ല വാല്യൂ ഉണ്ട്. ഈ ചേട്ടൻ പിന്നെ 54 പറയണേ. ഒന്ന് ബാർഗൈൻ ചെയ്ത് നോക്കി നോക്കാം. എത്ര പറയാ? 52,450. ഈ പ്രൈസിന് വണ്ടി തരുമോ? ഓക്കെ, ഈ പ്രൈസിന് ആ ചേട്ടൻ വണ്ടി തന്നു. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ വണ്ടി എടുത്ത് നേരെ ഷോറൂമിൽ പോവാം. അണ്ണാ, ഷോറൂമിൽ പോകാൻ പറ്റേ? ഈ വണ്ടിയിൽ നല്ല ഡാമേജ് ഉണ്ട്. നമുക്ക് ആദ്യം പോയിട്ട് ഈ വണ്ടി റിപ്പയർ ചെയ്യണം, എന്നിട്ട് വേണം ഷോറൂമിൽ പോകാനായിട്ട്. ആടെ പിഞ്ചനെ, അത് ശരിയാ. ഈ വണ്ടിയിൽ അത്യാവശ്യം ഡാമേജ് ഉണ്ട്. നമുക്കിത് കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യണം. ഇത് പിന്നെ പഴയൊരു വിൻറ്റേജ് കാറാ. ഇതൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് പൈസ ചിലവാകും. എന്നാലും കുഴപ്പമില്ല, നമുക്കിത് റിപ്പയർ ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലാണെങ്കിൽ അത്യാവശ്യം ക്യാഷും ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയേക്കാണ്. ഈ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ചെറുതായിട്ട് ഇടിച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്തൊട്ടായാലും നമ്മൾ റിപ്പയർ ചെയ്യാൻ പോവാ. ഈ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ട് $1,000 ചിലവായേ. അത് കുഴപ്പമില്ല. അണ്ണാ, ഈ വണ്ടി റിപ്പയർ ആയി. ഇപ്പോൾ ഈ വണ്ടി നല്ല കണ്ടീഷനിലാ. ഈ വണ്ടിയിൽ പിന്നെ ചളിയുണ്ട്. കാർ വാഷി കൊണ്ടുപോണാ? അതിൻ്റെ ആവശ്യമില്ല. ഈ വണ്ടിയിൽ ഇപ്പോൾ വലിയ കാര്യമായിട്ട് ചളിയില്ല. നമുക്കിത് ജസ്റ്റ് തുടച്ചെടുത്താൽ മതി. ഈ വണ്ടി ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. ഈ വണ്ടി മേടിക്കാനായിട്ട് എന്തായാലും ഇഷ്ടം പോലെ ആൾക്കാർ വരും, അത് ഉറപ്പാ. ഇത് പിന്നെ വിൻറ്റേജ് കാറല്ലേ, നല്ല വാല്യൂ ഉണ്ട്. എത്ര പ്രൈസ് സെറ്റ് ചെയ്യുക? ഞാൻ ഈ വണ്ടി മേടിച്ചത് 54-നാ, സോറി 52-ന്. നമുക്കപ്പോൾ 1,10,000 ഇട്ട് കൊടുക്കാം. ഈ പ്രൈസ് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കപ്പോൾ കസ്റ്റമേഴ്സ് പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാം. എടാ ഷിൻചാനെ പിൻചാനെ, ഇവിടുത്തെ കസ്റ്റമർ വന്നു. ഈ ചേച്ചി എത്ര പ്രൈസ് പറയണേ? നമ്മൾ 1,00,000 ഇട്ടേ. 72 പറയുന്നുണ്ട്. അത് കൊള്ളാട്ടാ. ഈ ചേച്ചി 72 പറയുന്നുണ്ട്. നിൽക്ക് നിൽക്ക് നിൽക്ക്, ഇവിടെ വേറൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ഈ ചേട്ടൻ എത്ര പറയണേ? ഈ ചേട്ടൻ 73 പറയുന്നുണ്ട്. ഈ ചേച്ചി നേരത്തെ 72 പറഞ്ഞേ. മറ്റേ ചേട്ടൻ 73 പറയുന്നുണ്ട്. അത് കൊള്ളാം. നമുക്കപ്പോൾ ഈ ചേട്ടന് വണ്ടി കൊടുക്കാം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ചെക്കൻ വന്നിട്ടുണ്ട്. ഇവനെത്ര പ്രൈസ് പറയണേ? 74. എന്നാൽ പിന്നെ ഇവനങ്ങ് വണ്ടി കൊടുക്കാം. ഒന്ന് ബാർഗൈൻ ചെയ്യാം. എത്ര ഇപ്പോൾ ബാർഗൈൻ ചെയ്യുക? ഈ ചെക്കൻ 74 പറയുന്നുണ്ട്. നമുക്കപ്പോൾ ഒരു 77 ചോദിച്ചു നോക്കാം. 77-ന് സമ്മതിക്കുമോ?
77 സംഭവിച്ചു. എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ഒരു വണ്ടി വിറ്റ് പോയി. ഇപ്പം നമ്മുടെ കയ്യിൽ 1,33,000 ഉണ്ട്. ആ കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഇങ്ങനെ നെക്സ്റ്റ് ഡേ ആയിക്കാണ്. ഇന്ന് പിന്നെ കാർ മാർക്കറ്റ് ഓപ്പൺ അല്ല കേട്ടാ, അതുകൊണ്ട് നെയ്ബർഹുഡിൽ വന്നു. ഇവിടെ പിന്നെ ഒരു കാറുണ്ട്. ഇത് ഏതാ കാറെന്ന് എനിക്കറിയില്ല, ചോദിച്ചോക്കാം. റോങ്ണി R7 അതേതാണോ വണ്ടി? പക്ഷേ ഈ വണ്ടിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമുക്കപ്പോൾ ഈ വണ്ടി പർച്ചേസ് ചെയ്യാം. ഈ ചേച്ചി 45 പറയണേ. നമുക്ക് 43 ചോദിച്ചോക്കാം. ഇത് ചേച്ചിയല്ല, അമ്മച്ചിയാ. ഈ അമ്മച്ചി സമ്മതിക്കോ? ആ സമ്മതിച്ചോ. നമുക്ക് 43 ഈ വണ്ടി കിട്ടി. ഈ വണ്ടി പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടാ, നൈസ് വണ്ടിയാ. ഈ വണ്ടിക്ക് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിനി ഈ വണ്ടിയും കൂടി സെയിലിടാം. ഇതിനും നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വെബ് പേജ് ഓപ്പൺ ആക്കാം. ഞാൻ ഈ വണ്ടി മേടിച്ചത് 43. നമുക്ക് 1,00,000 ഇട്ട് കൊടുക്കാം. കിടന്നോട്ടെ. 1,00,000 ആരും മേടിക്കൊന്നുമില്ല. എന്നാലും ഒരു 60 ആൾക്കാർ മേടിക്കും, അത് ഉറപ്പാ. 60 താഴെ പോകാൻ പാടില്ല. ഇവിടെ പിന്നെ വണ്ടിയിൽ ചളിയൊക്കെ ഉണ്ട്, അത് നമുക്ക് തുടയ്ക്കാം. ഇന്ന് പിന്നെ ഓപ്ഷനൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. 4 മണിക്ക് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് പറ്റിയെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അണ്ണാ, നമ്മുടെ കയ്യിൽ പക്ഷെ 90 90 നല്ല വണ്ടിയൊക്കെ കിട്ടോ? പൈസ പോവില്ലേ? ഇല്ലടാ ഷിൻചാനെ, പൈസ ഒന്നും പോവില്ല. 90 വണ്ടിയൊക്കെ കിട്ടും. നമുക്ക് ഏതെങ്കിലും ഒരു വില കുറഞ്ഞ വണ്ടി മേടിച്ചാൽ മതി. വില എക്സ്പെൻസീവ് വണ്ടിയൊന്നും മേടിക്കണ്ട. ഇവിടെ ഒരു വണ്ടി ഉണ്ട്, അത് ഏതൊരു സൂപ്പർ കാറാ. നമുക്കപ്പോൾ ആ വണ്ടി പർച്ചേസ് ചെയ്യാം. ആ വണ്ടിക്ക് വലിയ റേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതെങ്ങോട്ടേക്കാണ് പോണേ? ഓക്കെ, നമ്മളങ്ങനെ ആ വണ്ടി പർച്ചേസ് ചെയ്തു. അടുത്ത വണ്ടി ഔഡി R8. ആ വണ്ടിക്ക് പിന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട്, 3 ലക്ഷമൊക്കെയാ. എന്നെക്കൊണ്ട് ഇത് മേടിക്കാനൊന്നും പറ്റില്ല. അണ്ണാ, ഇവിടെ ബാക്കി വണ്ടികൾക്ക് നല്ല റേറ്റ് ആയിരുന്നു. നമുക്ക് ഈ വണ്ടി കിട്ടിയില്ലേ, അതന്നെ വലിയ കാര്യം. നമുക്കപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യാം. ഈ വണ്ടി വിറ്റാലും നമുക്ക് അത്യാവശ്യത്തിന് ക്യാഷൊക്കെ കിട്ടും. ഇവിടെ പിന്നെ കസ്റ്റമേഴ്സൊക്കെ വന്നുട്ടാ. നേരത്തെ ഒരു വണ്ടി സെയിലിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കാറ് മേടിക്കാനായിട്ട് കസ്റ്റമേഴ്സൊക്കെ വന്നു. ആ അതിപ്പോൾ സീനില്ല, നമുക്ക് അവരായിട്ട് ഡീൽ ചെയ്യാം. അതിനു മുൻപേ ഈ കാറും കൂടി സെയിലിടട്ടെ. ഈ വണ്ടി ഞാൻ മേടിച്ചത് 40 നമുക്ക് 1,00,000 ഇട്ട് കൊടുക്കാം. അതും കിടന്നോട്ടെ, അല്ലെങ്കിൽ വേണ്ട, 1,10,000. എടാ ഷിൻചാനെ, ഈ ചേച്ചി 55 തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു 58 ചോദിച്ചു നോക്കാം. ഈ പ്രൈസ് വലിയ കുഴപ്പമില്ല. ഓക്കെ, 58 ആ വണ്ടി വിറ്റ് പോയി. 60 താഴെ പോകണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷേ 60 മേലെ ആരും മേടിക്കണില്ല. ഈ വണ്ടി നമുക്കൊന്ന് കഴുകാം. കസ്റ്റമർ വന്നാ? ആ, ഇവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ഈ ചേച്ചി 65 സമ്മതിക്കുന്നുണ്ട്. നമുക്ക് 70 ചോദിച്ചു നോക്കാം. 70 സമ്മതിക്കുമോ? ആ സമ്മതിച്ചു. ഇപ്പം നമ്മുടെ കയ്യിൽ 1,76,000 ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അത് മതി. ലോസിൽ പോവില്ല. നമുക്കപ്പോൾ പോയിട്ട് കിടന്നുറങ്ങാം. ഇന്ന് എത്ര പ്രോഫിറ്റ്? 43. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.